നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നപ്പ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് കർത്താവെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം അതിന്റെ നാവിൽ നൽകണം അപ്പ. ഹല്ലേലൂയ. ഒരു യോഗ്യതമില്ലാത്ത അടിയനെ കർത്താവെ തിരുക്കരങ്ങൾ വഹിച്ച് അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് നിർത്തിക്കൊള്ളണമേ. യേശു ക്രിസ്തുവിൻ പ്രാർത്ഥനയാക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. നമ്മുടെ 4 സുവിശേഷങ്ങളിലുമായിട്ട് യേശുവിന്റെ അത്ഭുതങ്ങൾ എല്ലാം പരന്ന് കിടക്കുവാണ്. അപ്പൊ അതില് രോഗസൗഖ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യങ്ങളുണ്ട്. അതുകൂടാതെ ഒരു സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്നതുമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്നിൽ കൂടുതൽ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതാണ്. മത്തായി 8-ാം അധ്യായം, അതുപോലെ മർക്കോസിലും ലൂക്കോസ് 5-ാം അധ്യായത്തിലുമൊക്കെ ഈ രോഗസൗഖ്യം നമുക്ക് കാണാവുന്നതാണ്. അപ്പോ മത്തായി 8-ല് പറയുന്നത്, കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോ യേശു പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം, ആരോടും പറയരുത്, സാക്ഷ്യത്തിനായി ചെന്ന് വഴിപാട് കഴിക്കാൻ പറഞ്ഞാണ് യേശുവിനെ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ രോഗസൗഖ്യം. രണ്ടാമത്തതായിട്ട് ശതാധിപൻ തന്റെ ബാല്യക്കാരന് വേണ്ടി യേശുവിന്റെ സന്നിധിയിൽ വന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഇത് മത്തായി 8-ന്റെ 5-ാം വാക്യം മുതൽ കാണാം. ലൂക്കോസ് 7-ന്റെ 2 മുതൽ 10 വരെയും നമുക്ക് ഈ രോഗസൗഖ്യം കാണാവുന്നതാണ്. അപ്പോ ശതാധിപൻ യേശുവിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോ യേശു ആ ശതാധിപന്റെ ഒപ്പം ഭവനത്തിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ ആ ശതാധിപൻ പറയുവാണ്, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അത് കേട്ട് യേശു അതിശയിച്ചിട്ട്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, യേശു അങ്ങ് ഭവനത്തിൽ ചെല്ലാതെ തന്നെ ആ ബാല്യക്കാരന് സൗഖ്യം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസത്തിന് രോഗസൗഖ്യത്തിൽ വളരെ വലിയൊരു പ്രാമുഖ്യമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ രോഗസൗഖ്യം പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി സൗഖ്യമാക്കുന്നതാണ്. മത്തായി 8-ന്റെ 14 മുതൽ 15 വരെ, മർക്കോസ് 1-ാം അധ്യായം, അതുപോലെ ലൂക്കോസ് 4-ന്റെ 38-39 വാക്യങ്ങളിൽ നമുക്ക് ഈ സൗഖ്യം കാണാവുന്നതാണ്. അപ്പൊ ഇതിൽ ലൂക്കോസിൽ പ്രത്യേകാല് പറയുന്നത്, യേശു ജ്വരത്തെ ശാസിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ രോഗങ്ങളെ ശാസിച്ചകറ്റുവാൻ ശക്തനായിട്ടുള്ള, ബലവാനായിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് പനി. അപ്പോ അത് വരുമ്പോഴെങ്കിലും, ഇപ്പം ബാക്കി നമുക്ക് കുരുടനെന്നോ കുഷ്ഠമെന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കിനി അടുത്തൊരു പനി വരുമ്പോഴെങ്കിലും ഈ അധികാരമുള്ള യേശുവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് അതിനെ യേശുവെ അതൊന്ന് ശാസിച്ചകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ, എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത രോഗസൗഖ്യം, പക്ഷവാതക്കാരനായ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് 4 പേര് വരുന്നതാണ്. അത് മത്തായി 9-ന്റെ 1 മുതൽ 8 വരെ, മർക്കോസ് 2-ാം അധ്യായം, ലൂക്കോസ് 5-ന്റെ 18 മുതൽ 26 വരെ. ഈ ഭാഗങ്ങളിലാണ് കാണുന്നത്. അപ്പോ ഇവിടെ പറയുന്നത്, മത്തായി 9-ന്റെ 1 മുതൽ 8 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യേശു ഈ പക്ഷവാതക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, അവിടെ ചുറ്റും ശാസ്ത്രിമാരിൽ നിന്ന് ഇതൊക്കെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ അവര് കേൾക്കാൻ വേണ്ടിയിട്ട്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്ന് പറഞ്ഞ് പക്ഷവാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാൻ പറയുന്നു. ആ പക്ഷവാതക്കാരന് സൗഖ്യമാകുന്നു. അപ്പോ നമ്മുടെ പാപത്തിന് ഒരു ചെറിയൊരു ഫാക്ടറെങ്കിലും നമ്മുടെ പാപത്തിന്, നമ്മുടെ രോഗവുമായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒരു സൂചന കിട്ടുന്നുണ്ട്. അടുത്ത രോഗസൗഖ്യം 18 വർഷമായിട്ട് രക്തസ്രാവമായിരുന്ന സ്ത്രീയുടെ രോഗസൗഖ്യമാണ്. മത്തായി 9-ന്റെ 19 മുതൽ 21 വരെ, മത്തായി 9-ന്റെ 19 മുതൽ 21 വരെ, ലൂക്കോസ് 8-ന്റെ 44, മർക്കോസ് 5-ന്റെ 25, ഈ ഭാഗങ്ങളിലായിട്ടാണ് ഈ രോഗസൗഖ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാൻ, യേശു അറിയുന്നില്ല ഇങ്ങനെ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും യേശു ഇങ്ങനെ ഒരാളെ രോഗസൗഖ്യം ആഗ്രഹിച്ച് വരുന്നത് യേശു അറിയുന്നില്ല. മാത്രമല്ല, ഈ ആഗ്രഹിച്ചു വന്ന സ്ത്രീക്ക് യേശുവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും
ഈ സ്ത്രീ മനസ്സിൽ വിചാരിക്കുവാണ്ട് അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ, സ്തോത്ര. വിശ്വാസത്തിന്റെ ആഴം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറയുവാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മുടെയും രോഗങ്ങളിൽ ഈ വിശ്വാസം നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അടുത്ത രോഗസൗഖ്യം, വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതാണ്. മത്തായി 12:9 മുതൽ മർക്കോസ് 3-ാം അധ്യായം, ലൂക്കോസ് 6-ന്റെ ആ ഭാഗങ്ങളിലാണ് ഈ രോഗസൗഖ്യം കാണുന്നത്. ഇത് ശബത്ത് ദിവസം ആണ് ഇത് സംഭവിക്കുന്നത്. മത്തായി 12:9 മുതൽ നോക്കുവാണെങ്കിൽ പള്ളിയിൽ വെച്ചാണ് യേശു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. അപ്പോൾ അവിടെ ചുറ്റും നിന്ന് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മനസ്സിൽ വരുന്ന ഡൗട്ട് യേശു മനസ്സിലാക്കുന്നു. അത് ശബത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ വ്യക്തമായിട്ട് യേശു പ്രസ്താവിക്കുവാണ് അവിടെ, മനുഷ്യൻ ആടിനേക്കാൾ വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ. എന്നിട്ട് ആ മനുഷ്യനെ കൈ നീട്ടുക എന്ന് പറഞ്ഞ് സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത രോഗസൗഖ്യം, ഒരു സെക്കൻഡേ, 10-ാം അധ്യായം. അപ്പൊ എരിഹോവിന്റെ അടുത്ത് വെച്ച് 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നതായിട്ടാണ് മത്തായിയിൽ പറയുന്നത്. മർക്കോസില് ബർത്തിമായെ സൗഖ്യമാക്കുന്നതായിട്ട് പറയുന്നു. മർക്കോസ് 10-ാം അധ്യായം. ലൂക്കോസില് 18-ാം അധ്യായത്തിൽ 2 കുരുടന്മാരെന്ന് പറയുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ എരിഹോവിന്റെ അടുത്ത് എന്നുള്ള ഇത് വെച്ചിട്ടാണ് ഇതെല്ലാം ഏകദേശം ഒരേ സംഭവത്തിനെ തന്നെ പലര് വിവരിച്ചപ്പോൾ പല രീതിയിലായി എന്ന് വിചാരിച്ചാണ് ഒരുമിച്ച് ഇതിട്ടിരിക്കുന്നത്. അപ്പോ ഈ കുരുടന്മാര് യേശുവിനോട്, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നതായിട്ട് കാണുന്നു. ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കാൻ പറയുമ്പോഴും ഇവരതും ശ്രദ്ധിക്കാതെ യേശുവെ കരുണ തോന്നണമേ എന്ന് അത്യധികം നിലവിളിച്ചതായിട്ട് കാണാം. യേശു ഇത് കേട്ടിട്ട് അവരോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം എന്ന് യേശു ചോദിക്കുവാണ്. അപ്പോ അവര് കാഴ്ച പ്രാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു സൗഖ്യമാക്കുകയും ചെയ്യുന്നു. നമുക്ക് മറ്റുള്ളവര് ചുറ്റും നമ്മൾ ഉള്ളവരൊരു സംശയത്തിന്റെ നിഴല് നമ്മുടെ മുന്നിൽ ഇട്ടാലും, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയണം. അപ്പോൾ ദൈവത്തിന്റെ സൗഖ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ചില ഓരോ ഗോസ്പലിൽ, എല്ലാ ഗോസ്പലിലും കാണാത്ത, അതായത് ഒരു ഗോസ്പലിൽ ഒരു പ്രാവശ്യം കാണുന്ന കുറച്ച് രോഗസൗഖ്യങ്ങളാണ് അടുത്ത് ഞാൻ പറയുന്നത്. 2 ഒരെണ്ണം വിട്ടുപോയല്ലോ. 8-ാമത്തെ എഴുതിയിരിക്കുന്നത് ബെത്സയിദിലെ കുരുടനായ മനുഷ്യൻ. ആ മനുഷ്യന്റെ രോഗസൗഖ്യം മർക്കോസ് 8-ാം അധ്യായം, അതുപോലെ യോഹന്നാൻ 9-ാം അധ്യായം, ഈ ഭാഗങ്ങളിലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു തുപ്പൽ കൊണ്ടാണ് സൗഖ്യമാക്കുന്ന, കണ്ണിൽ പുരട്ടി സൗഖ്യമാക്കുന്നു. എന്നിട്ട് അവനോട് യേശു ചോദിക്കുന്നു, നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് യേശു ചോദിക്കുന്നുണ്ട്. അപ്പോ പറയുന്നു, അയ്യോ ഇല്ല, എനിക്ക് മരത്തെ പോലെ കാണുന്നു എന്ന് പറയുന്നു. അപ്പൊ യേശു വീണ്ടും അവന്റെ കണ്ണിൽ കരം വെച്ച് തൊട്ട് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ പൂർണ്ണമായ സൗഖ്യത്തില് അത്യധികം ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ എന്ത് വേദനയായാലും എന്ത് രോഗമായാലും ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. ദൈവം അത് സൗഖ്യമാക്കുവാൻ വിശ്വസ്തനും അത്രത്തോളം ഉത്സുകനുമാണ്. യേശു അത്രത്തോളം ആഗ്രഹിക്കുന്നു നമ്മളെ കെയർ ചെയ്യുവാൻ, നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം നൽകുവാൻ. ഇനി ഓരോ സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന, ഓരോരോ സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന രോഗസൗഖ്യങ്ങളാണ്. 2 കുരുടന്മാരെ മത്തായിയിൽ 2 സ്ഥലത്തുണ്ട് 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നത്. മത്തായി 9:27 മുതൽ 30 വരെ കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് 27 മുതൽ 30 വരെ.
27-30 വരെ. അവിടെയും ഈ 2 കുരുടന്മാര് ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു. യേശു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. എന്നിട്ട് അവരോട് ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത സൗഖ്യം വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതാണ്. മർക്കോസ് 7-ാം അധ്യായം അതിന്റെ 32 മുതൽ 37 വരെയുള്ള ഭാഗത്താണ് ഇത് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു. പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൊണ്ടുപോയി യേശു അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇത് യേശുവിനെ വളരെയധികം പ്രസിദ്ധനാക്കി എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത അത്ഭുതം ലൂക്കോസ് 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗത്താണ്. യേശു മഹോദരമുള്ളൊരു മനുഷ്യനെ സൗഖ്യമാകുന്നത്. ശരീരത്തിൽ അബ്നോർമൽ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉള്ള ഒരാളെ യേശു സൗഖ്യമാക്കുകയാണ്. ലൂക്കോസ് 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പരീക്ഷ പ്രമാണികളിൽ ഒരാളുടെ ഭവനത്തിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ശബത്തിൽ വെച്ചുമാണ് സംഭവിക്കുന്നത്. ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് വീണ്ടും ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാൻ തക്കവണ്ണം യേശു ആ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമാണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത അത്ഭുതം 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കുന്നതാണ്. അത് ലൂക്കോസ് 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ 10 പേര് വന്ന് യേശുവിനോട് നിലവിളിക്കുകയാണ്, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അപ്പൊ യേശു സൗഖ്യത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാം. സാധാരണ സൗഖ്യമായവരാണ് പോയി കാണിക്കുന്നത്. അപ്പോ ഇവര് വിശ്വാസത്തോടെ പോകുന്നു. ആ പോകുന്ന വഴിയിൽ അവർക്ക് സൗഖ്യമായി. അവിടെ ചെന്നിട്ട് ശമരിക്കാരനായ ഒരുവൻ മാത്രം സന്തോഷത്തോടെ നന്ദിയോടെ തിരിച്ച് യേശുവിന്റെ അടുക്കൽ വരുന്നു. അപ്പോ യേശു അതിൽ ഒരു കുറച്ച് സങ്കടത്തോടെ ആയിരിക്കാം ഈ പറയുന്നത്, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു അവിടെ പറയുന്നുണ്ട്. അപ്പോ യേശുവിന് മറ്റുള്ളവരുടെ പ്രസിദ്ധിയൊന്നുമല്ല, അതിനേക്കാളും നമ്മുടെ നന്ദിയുള്ള ഒരു ഹൃദയമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത സൗഖ്യം ബെഥസ്ദ കുളക്കരയിൽ 38 വർഷമായിട്ട് രോഗമായിട്ട് കിടന്ന മനുഷ്യനെയാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 9 വരെയാണ് ഈ സംഭവം കാണുന്നത്. യേശു അങ്ങോട്ട് ചെന്നാണ് ആ മനുഷ്യനോട് മനസ്സലിഞ്ഞ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ ആ ദിവസം 38 വർഷമായിട്ട് കാത്തിരുന്നിട്ട് കിട്ടാത്ത സൗഖ്യം യേശു അവന്റെ അടുക്കൽ ചെന്ന് അവന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോ ഇങ്ങനെ 13 അത്ഭുതങ്ങളാണ് ഞാൻ പഠിച്ചതിൽ നിന്നും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് കിട്ടിയത്. ഇതുകൂടാതെ ഒട്ടനവധി അത്ഭുതങ്ങൾ യേശു ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്യം തന്നെ യേശു ചെയ്ത പ്രവർത്തികൾ വർണ്ണിച്ചാൽ ഈ പുസ്തകത്തിൽ തീരില്ല എന്നാണ് അവിടെ കാണുന്നത്. നമ്മള് മത്തായി 4-ാം അധ്യായത്തിലും 14-ാം അധ്യായം 15-ാം അധ്യായം മർക്കോസ് 1-3 അധ്യായങ്ങള് ലൂക്കോസ് 4-ാം അധ്യായം ഇവിടെയെല്ലാം യേശുവിന്റെ അടുക്കല് കൂടി വന്ന കുഷ്ഠരോഗികളെ, കുരുടന്മാരെ, മുടന്തരെ ഒക്കെ യേശു സൗഖ്യമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി യേശു നൽകിയ സൗഖ്യത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. Jesus healed people who believed and asked for healing. He also asked people out of compassion if they wanted to be healed. യേശുവിനെ അന്വേഷിച്ചു പോയവരെ മാത്രമല്ല യേശു സൗഖ്യമാക്കിയത്, യേശുവും നമ്മളെ അന്വേഷിച്ചു വരുന്ന ഒരാളാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്രത്തോളം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലേ. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നത് പോലെ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ അടുക്കൽ വരുന്ന ഒരു കർത്താവ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് നമ്മുടെ ദൈവത്തിനെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. The people he touched were healed. So did the sick who touched him out of belief. ഇത് 18 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന
സ്ത്രീയുടെ ആ സംഭവത്തില് ഇത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നതാണ്. കാരണം യേശു തൊട്ട് സൗഖ്യമാക്കുന്ന പോലെ യേശു അറിയാതെ തന്നെ പുറകിൽ കൂടെ വന്ന് യേശുവിനെ തൊടുന്ന ഈ സ്ത്രീയെയും യേശു തിരിഞ്ഞു നോക്കി, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളെയും സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്തോത്രം. ജീസസ് ഹീൽഡ് പീപ്പിൾ ഹു വെർ പ്രസന്റ് ഫിസിക്കലി ബിഫോർ ഹിം ആൻഡ് ദോസ് ഹു വെർ റെപ്രസെന്റഡ് ബൈ ദർ പാരന്റ്സ് ഓർ റിലേറ്റീവ്സ് ഓർ വർക്ക് സൂപ്പർവൈസർ. അപ്പോൾ ഇനി അടുത്ത ആഴ്ചകളിൽ നമ്മൾ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ച് പഠിക്കും. അവിടെയൊക്കെ അമ്മമാരും അപ്പന്മാരും മക്കളെയും കൊണ്ട് വരുന്ന നമുക്ക് കാണാം. ഇവിടെ നമുക്ക് പക്ഷപാതക്കാരനായ ബാല്യക്കാരനെ കൊണ്ടുവരുന്ന അവന്റെ സൗഖ്യത്തിന് വേണ്ടി വരുന്ന ഒരു ബോസ് ആരാണ്? ശതാധിപൻ വന്ന് സംസാരിക്കുന്ന കാണാം. ആ ബാല്യക്കാരൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക പോലും ചെയ്യാതെയാണ് യേശു അവനെ സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്ത് സാഹചര്യത്തിലും നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയാലും, ആരൊക്കെ എത്ര ഹോപ്പ്ലെസ് എന്ന് പറയുന്ന ആയാലും ശരി, ഹല്ലേലൂയ, അതിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ എന്ത് ആവശ്യത്തിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ വിശ്വാസം ആഴത്തിൽ ഉറപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ജീസസ് മേഡ് ഷുവർ ദാറ്റ് ദ ഹീലിംഗ് ഹി ഗേവ് വാസ് കംപ്ലീറ്റ്. ബെത്സൈദയിലെ കുരുടനായ മനുഷ്യൻ, പിറവിയിലെ കുരുടനായ മനുഷ്യൻ എന്നൊക്കെ യോഹന്നാൻ 9-ാം അധ്യായത്തിൽ പറയുന്ന ആ മനുഷ്യന് യേശു ആദ്യം തുപ്പൽ തൊട്ട് കണ്ണിൽ പുരട്ടി, എന്നിട്ട് എടുത്ത് ചോദിക്കുവാണ്, നിനക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? എത്ര പേരായിരിക്കും യേശുവിനെ ചുറ്റി നിന്ന് ഓരോ തിക്കി നിൽക്കുന്നത്, ഓരോ രോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളുമായിട്ട് വരുന്നത്. എന്നാൽ യേശു താൻ ആർക്കാണോ സൗഖ്യം കൊടുക്കുന്നത് അവൻ പൂർണ്ണമായിട്ട് ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്ന ഒരാളാണ് യേശു. ഹല്ലേലൂയ, സ്തോത്രം. ജീസസ് did not want the people he healed to go about announcing who healed them or how they were healed, but he seems concerned when they are not thankful. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കൂടുതൽ ആൾക്കാരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ പോയി വഴിപാടിടണം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു, നിങ്ങൾക്ക് സൗഖ്യമായി, നിങ്ങൾ പോയി വഴിപാടിടണം. അതുപോലെ 10 കുഷ്ഠരോഗികൾ ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോൾ യേശു ഒരു കൺസേൺഡ് ആയിട്ട് നമുക്ക് കാണാം. ഒരാൾ മാത്രമേ വന്നുള്ളൂ, ദൈവത്തിന് നന്ദി പറയാൻ ഒരു നന്മ കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ ഒരാളെ ഉള്ളൂ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് ഇരിക്കുവാനായിട്ട് നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. In some inevitable circumstances, there were religious leaders around who waited to judge how and whom Jesus healed. Jesus made it a point to clearly give them some messages. അപ്പൊ യേശുവിന് ചില സാഹചര്യങ്ങളിൽ ഒത്തിരി പുരുഷാരത്തിന്റെ നടുവിൽ വെച്ചാണ് യേശു സൗഖ്യങ്ങൾ നൽകിയത്. എന്നാൽ ചില അവസരങ്ങളിൽ അവരെ വേറിട്ട് കൊണ്ടുപോയി നിന്ന് നടത്തിയ സൗഖ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ പുരുഷാരത്തിന്റെ നടുവിൽ വെച്ച് നടത്തുന്ന സൗഖ്യങ്ങളാവുമ്പോഴത്തേക്ക് എത്രയായാലും അതില് യേശുവിനെ ജഡ്ജ് ചെയ്യാൻ വന്ന് നിൽക്കുന്നവരും കാണും. അപ്പൊ ഇതില് അവർക്കൊരു ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് കൊടുക്കാൻ യേശു അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. ഇപ്പോ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന സമയത്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്തകളെ യേശു മനസ്സിലാക്കി, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് എന്ന് പറഞ്ഞ് അവനെ കിടക്കെടുത്ത് നടക്കാൻ കൽപ്പിക്കുകയാണ്. അപ്പൊ അതിലൂടെ അവർക്കൊരു ക്ലിയർ മെസ്സേജ് യേശു നൽകുന്നു. അതുപോലെ ശബത്ത് ദിവസത്തില് കൈവരേണ്ട മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ മത്തായി 12-ാം അധ്യായത്തില് അവിടെ പറയുന്നു, മനുഷ്യൻ നാടിനേക്കാൾ വിശേഷതയുള്ളവനാണ്, അവന് ശബത്തില് സൗഖ്യം കൊടുക്കുന്നത് വിഹിതമാണ് എന്ന് സെപ്പറേറ്റ് അവരുടെ മനസ്സിലുള്ള സംശയങ്ങളെ ദൂരീകരിച്ച് അവർക്ക് ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് കൊടുക്കുവാൻ യേശു ശ്രദ്ധിക്കും. അതുപോലെ ഈ പിറവിയിലെ കുരുടനായ മനുഷ്യൻ യോഹന്നാൻ 9-ാം അധ്യായത്തില് ശിഷ്യന്മാര് തന്നെ യേശുവിനോട് എടുത്ത് ചോദിക്കുവാണ്, യേശു ഇവന്റെ പാപം കൊണ്ടാണോ, ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടാണോ ഇവൻ കുരുടനായിരിക്കുന്നത്? അപ്പൊ യേശു പറയുന്നു, ഇല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകുവാനാണ്. അപ്പൊ എല്ലാ രോഗങ്ങളും നമുക്ക് പാപം കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് രോഗിയായിട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനും അതൊരവസരമാകും. അപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, ദൈവമേ അങ്ങയുടെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം എന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു, എൻ രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുപോലെ യേശുവിന്റെ ഹീലിങ്ങിന് ഒരു ചെലവും ഇല്ല. യേശു നമ്മളോട് ആരോടും ഒന്നും പകരമായിട്ട് ചോദിക്കുന്നില്ല. വി നീഡ് ടു ഹാവ് ഫെയ്ത്ത് ആൻഡ് വി നീഡ് ടു ബി താങ്ക്ഫുൾ. അതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. ഇനി അടുത്ത
ഈ യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടിയ ആൾക്കാരിൽ ഏകദേശം കോമൺ ആയിട്ട് കാണുന്ന ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫോർഗീവ്നെസ് ഓഫ് സിൻ. അപ്പൊ ആദ്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഈ പക്ഷപാതക്കാരനായ മനുഷ്യന്റെ കേസിലാണ് യേശു എടുത്തു പറയുന്നത്. അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് എടുത്തു പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ കഴിയും എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈ ഞാൻ നീ കിടക്ക എഴുത്ത് നടക്കാൻ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കൊരു രോഗം വരുമ്പോഴത്തേക്കും നമ്മൾ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ആരായം ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ അപ്പ, ഹല്ലേലൂയ, സ്തോത്രം, അത് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ദൈവം നമ്മളോട് ഇടപെടും. അങ്ങനെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. രണ്ടാമതായിട്ട് ക്രൈ ഫോർ മേഴ്സി. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കുഷ്ഠരോഗികളും 2 കുരുടന്മാരുമാണ് അങ്ങനെ വിളിക്കുന്നത് നമ്മൾ കാണുന്നത്. അവര് അപ്പൊ യേശു ഈ നിലവിളി കേട്ടാണ് യേശു അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. യേശു അവിടെ തിരിഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാൻ യേശു അപ്പോഴാണ് തിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ യേശു അവരോട് ചോദിക്കുന്നു. അപ്പൊ അവര് നിങ്ങൾക്ക് വിശ്വാസമാണ് യേശുവേ എന്ന് പറയുമ്പോൾ അവർക്ക് യേശു സൗഖ്യം നൽകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അനേക നാളുകളായിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു രോഗസൗഖ്യത്തിനായിട്ട്. പക്ഷെ നമ്മുടെ നിലവിളിക്ക് കുറവ് വരാതിരിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്, രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് നിലവിളിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറ്റവും ഈ ഫാക്ടേഴ്സിൽ എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. ലേഖനത്തിൽ കാണുന്ന പോലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനു വേണ്ടി നമ്മൾ ദിനവും ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാവുള്ളൂ. ആമേൻ, സ്തോത്രം, സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്നൊരു സൗഖ്യം പ്രാപിക്കുവാനായിട്ട് നമ്മൾ വിശ്വാസത്തിൽ വളർത്തണേ കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഇടവിൽ നിന്നേ മതിയാവും. യേശുവിൽ നിന്ന് തന്നെ അപ്പൊ നമുക്ക് ആ വിശ്വാസത്തിൽ ഒരു ഉറപ്പ് ലഭിക്കും. ആമേൻ, സ്തോത്രം. ആ ദൈവസന്നിധിയിൽ കൂടുതൽ കൂടുതൽ നിലവിളിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കും. നമ്മുടെ പാപങ്ങളെ നമുക്ക് മനസ്സിലാവും. അത് മാറ്റി നിർത്തുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അങ്ങനെ രോഗസൗഖ്യത്തിലേക്ക് നമ്മളെ യേശു തന്നെ നയിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവസാനത്തെ ഫാക്ടർ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. അപ്പോ നമ്മൾ ഒരു രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആദ്യമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആരാണ് യേശോപ്പാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നു പോയോ? അടുത്തതായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കണം, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, മടുത്തു പോകാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി തരണമേ, പരിശുദ്ധാത്മാവെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കാം. എല്ലാത്തിലും ഉപരി ദൈവമേ അങ്ങയുടെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുവാൻ, അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടെ നിൽക്കുവാൻ, അനേകരുടെ മുന്നിൽ അങ്ങയെ സാക്ഷിക്കുവാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിന് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഈ ഭൂമിയിൽ വന്നത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുവാനാണല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ സ്വർഗരാജ്യത്തെ കുറിച്ച് യെശയ്യാവ് 33:24 എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് 21:4 നമ്മൾ കാണുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഉണ്ടായിരുന്ന കാലത്ത് മാത്രമല്ല, സ്വർഗത്തിൽ മാത്രമല്ല സകലവും പുതുതാക്കുവാൻ നമ്മുടെ യേശുപ്പന് ശക്തിയുള്ളത്. ഇന്ന് നമ്മുടെ ഇടയിൽ അത്യധികം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനായ ഒരു കർത്താവാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം, ദൈവസന്നിധിയിൽ കരുണയ്ക്കായി നിലവിളിക്കാം, വിശ്വാസത്തോടെ ആയിരിക്കാം. അങ്ങനെ ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടട്ടെ.
ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലേഡീസ് മീറ്റിംഗിലെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. നന്ദി. താങ്ക് യു. അമ്മ കേട്ട പോലെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം രോഗസൗഖ്യത്തിനെ കുറിച്ച് വളരെയധികം രോഗസൗഖ്യങ്ങൾ കർത്താവ് കൂടെ നടക്കുവാനിടയായി. കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. അവയെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ, ചിന്തിക്കുവാൻ, അവയെല്ലാം ഒന്നുകൂടെ ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പൊ ഈ അത്ഭുതങ്ങള്, രോഗസൗഖ്യത്തിന്റെ അത്ഭുതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കർത്താവിന് നമ്മളെ കുറിച്ച് ഭാരമുണ്ട്, ചിന്തയുണ്ട്, കരുണയുണ്ട്. നമ്മുടെ ആവശ്യങ്ങളില് കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ തൊടുന്ന ദൈവമാണ്, മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല. കർത്താവിന് നമ്മളോട് കൺസേൺ ഉള്ള ഒരു ദൈവമാണ്. അതുപോലെ ക്രിസ്ത്യൻസ് കർത്താവിന്റെ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന നമുക്കും ഈ ഒരു കടപ്പാട് നമ്മുടെ സമൂഹത്തോടുണ്ട്. ഭാരപ്പെടുന്നവര്, കാരണം കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ പലപ്പോഴും കണ്ടത് ആരും അടുക്കാത്തവരോട് കർത്താവ് അടുക്കുവാൻ ശ്രമിച്ചു. കുഷ്ഠരോഗികളായവരോട് ആരും അടുക്കാതിരിക്കുമ്പോൾ അവർ മണിയും അടിച്ചുകൊണ്ട് അവര് ദൂരെ മാറി പോകേണ്ട സ്ഥാനത്ത് കർത്താവ് ചെന്ന് അവരെ തൊട്ട് സൗഖ്യമായി. തൊട്ടത് തന്നെ അവർക്കൊരു ഹീലിംഗ് ആയിരുന്നു. കാരണം ആരും ഒന്ന് തൊടാതെ ഇരുന്ന സാഹചര്യങ്ങളില് കർത്താവ് അവരെ ചെന്ന് തൊട്ടു, അവരെ സൗഖ്യമാക്കി. അവര് മുഖാന്തരം കർത്താവ് അശുദ്ധനായില്ല. അതുപോലെ നമ്മളെയും കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ആർക്കും വേണ്ടാതിരിക്കുന്നവര്, ഒറ്റപ്പെട്ടവര്, തള്ളപ്പെട്ടവര്, അവരെ കണ്ടെത്തി അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നു. കർത്താവിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ തക്കോണം ബീന സിസ്റ്റർ ഉണ്ടോ? ഉണ്ട് സിസ്റ്റർ, പക്ഷെ ഭയങ്കര തൊണ്ടവേദന ആയിട്ടിരിക്കുന്നു. ഓക്കെ, സുഷ്മ സിസ്റ്റർ പ്രാർത്ഥിച്ച് ഈ വിഷയം നമ്മൾ കേട്ട മെസ്സേജും കൂടെ ചേർത്ത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാമോ സുഷ്മ സിസ്റ്റർ? സിസ്റ്റർ ഇല്ല. ദബോറ ഫ്രീ ആണോ? ദബോറ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാമോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ആശ്രയിക്കുന്ന നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഇന്നത്തെ ലേഡീസ് മീറ്റിംഗ് കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരംഭം മുതൽ കർത്താവേ ഈ സമയം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു.